ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശലമേളയായ സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയ്ക്ക് ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ തുടക്കമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 300ഓളം കരകൗശല വിദഗ്ധർ എത്തിച്ചേർന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കരകൗശലമേളയായ സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയ്ക്ക് ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ തുടക്കമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 300ഓളം കരകൗശല വിദഗ്ധർ എത്തിച്ചേർന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സർഗാലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കണമെന്നും കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ സർഗാലയിൽ കൂടുതൽ സൗകര്യങ്ങളൊരുക്കി സഞ്ചാരികളെ ആകർഷിക്കാനായി 100 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അടുത്ത വർഷത്തോടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഡെസ്റ്റിനേഷൻ ബ്രാൻഡിങ്ങിന് കൂടി ഇത്തരം മേളകൾ നമുക്ക് ഏറെ സഹായകരമാണ്. സന്ദർശകരെ ആകർഷിക്കുകയും നിലനിൽക്കുന്ന ഓർമ്മകളായി മാറുകയും ചെയ്യുന്ന അതുല്യമായ സൊവനീറുകളാണ് ഈ മേള പ്രദാനം ചെയ്യുന്നത്. നമ്മൾ പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രത്യേകത ആ രാജ്യത്തിൻ്റെതായ സൊവനീറുകൾ നമുക്ക് വാങ്ങാനും അത് സൂക്ഷിക്കാനും സാധിക്കും. ഇവിടെ അതിന് സമാനമായി ഇത്തരം സൊവനീറുകൾ ഈ മേള പ്രദാനം ചെയ്യുന്നു. എല്ലാ നിലയിലും ഇത് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ലളിതമായ കാഴ്ചകൾക്കപ്പുറം സാംസ്കാരിക പങ്കാളിത്തത്തിലേക്ക് നീങ്ങുന്ന ആഴത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേളയുടെ ഭാഗമായി ഒരുക്കുന്നത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാകണം. ക്രാഫ്റ്റ് വില്ലേജ് ഉൾപ്പെടുന്ന മേഖലകളിൽ ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുന്നതിന് 100 കോടിയോളം രൂപയുടെ പ്രവർത്തനം നടന്നു വരികയാണ്. ക്രാഫ്റ്റ് വില്ലേജ് കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നു. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ക്രാഫ്റ്റ് വില്ലേജ്. ഇതിനെ ഇനിയും നമുക്ക് വികസിപ്പിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട MP ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി ക്രാഫ്റ്റ് വില്ലേജിനെ മാറ്റി തീർക്കാനുള്ള ഇടപെടലുകൾ നല്ല നിലയിൽ നടക്കണം. അടുത്ത വർഷത്തെ ഈ കരകൗശല മേള നടക്കുമ്പോൾ 100 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം പൂർത്തീകരിച്ച് കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമുക്കിതിനെ മാറ്റി തീർക്കാനാകും എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് MP, നമുക്കിപ്പോൾ ഇവിടെ MLA ഇല്ല, നമുക്കറിയാം. ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ ലോകമറിയപ്പെടുന്ന കേന്ദ്രമാക്കി മാറ്റി തീർക്കാൻ ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്
മേളയിൽ ബെലാറസ്, ഈജിപ്ത്, ഇറാൻ, ഇസ്രയേൽ, ജോർദാൻ, കസാക്കിസ്ഥാൻ, നേപ്പാൾ, റഷ്യ തുടങ്ങി 15 രാജ്യങ്ങളിൽ നിന്നും കൂടാതെ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ നിന്നും 300ഓളം കരകൗശല വിദഗ്ധർ എത്തിച്ചേർന്നു. കൂടാതെ മേളയോടനുബന്ധിച്ച് 100ൽ പരം കരകൗശല സ്റ്റാളുകൾ, വൈവിധ്യമേറിയ കലാപരിപാടികൾ, ഹാൻഡ്ലൂം തീം പവലിയൻ, ഫാഷൻ ഷോ മത്സരം, കേരളീയ ഭക്ഷ്യമേള, ഫ്ലവർ ഷോ, ടൂറിസം എക്സ്പോ, പ്രമുഖർ പങ്കെടുക്കുന്ന ടൂറിസം ടോക്ക് ഷോ തുടങ്ങി നിരവധി വിനോദോപാധികൾ ഒരുക്കിയിട്ടുണ്ട്. കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ്, നബാർഡ്, ഭാരത സർക്കാർ വസ്ത്രമന്ത്രാലയത്തിന് കീഴിലുള്ള ഡെവലപ്മെന്റ് കമ്മീഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP അധ്യക്ഷത വഹിച്ചു. ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പയ്യോളി മുനിസിപ്പൽ കൌൺസിലർ PK സാബിറ, ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, നബാർഡ് കോഴിക്കോട് ഡെവലപ്മെന്റ് മാനേജർ V രാഗേഷ്, നിഫ്റ്റ് കണ്ണൂർ ഡയറക്ടർ അഖിൽകുമാർ കുൽശ്രേഷ്ഠ, ICCN ജനറൽ സെക്രട്ടറി ഡോക്ടർ V ജയരാജൻ, മലബാർ ടൂറിസം കൌൺസിൽ വൈസ് പ്രസിഡന്റ് ആരിഫ് അത്തിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. സർഗാലിയ സീനിയർ ജനറൽ മാനേജർ TK രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.